പട്നയിൽ ബി.ജെ.പി. ആസ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നേതാക്കളോ പ്രവർത്തകരോ ആരും തന്നെയില്ല. പ്രത്യേകിച്ച് ഇവിടെ ഛഠ് പൂജയാണ് ഇന്നും നാളെ. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും നേതാക്കളൊക്കെയും അവരുടെ ഗ്രാമങ്ങളിലും വീടുകളിലാണ്, ആഘോഷങ്ങളിലാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ വികസന കുതിപ്പ് ബി.ജെ.പിയുടെ മുഖമുദ്രയാണെന്ന് എഴുതി വെക്കുന്നതോടൊപ്പം തന്നെ വലിയ പ്രചാരണമായതുമാണ് ലല്ലു പ്രസാദ് യാദവിൻ്റെ ആ കാലഘട്ടത്തിലെ ജംഗിൾ രാജിനെ പറ്റി, അന്ന് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെപ്പറ്റി, കുട്ടികളും യുവാക്കളും അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഇവിടെ വിവിധ ഫ്ലെക്സ് ബോർഡുകളിലാക്കി പഴയ പത്ര കട്ടിങ്സുകൾ ഉൾപ്പെടെയുള്ളത് ഇവിടെ ബി.ജെ.പി. ആസ്ഥാനത്ത് കാണിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പി. ആസ്ഥാനം നമ്മൾ കാണുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് വികസന കുതിപ്പിന് ബി.ജെ.പി. സർക്കാർ വീണ്ടും വരണമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളടക്കം പതിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണ മുഖത്തേക്ക് ബി.ജെ.പി. കടന്നിരിക്കുകയാണ്. സ്ത്രീകൾക്ക് കുട്ടികൾക്കുമുള്ള വികസന പദ്ധതികളാണ് പ്രധാനമായിട്ടും ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ, അതോടൊപ്പം തന്നെ റിസർവേഷൻ അടക്കമുള്ളവ വ്യക്തമാക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ ബി.ജെ.പി. സർക്കാർ വീണ്ടും വരികയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് സ്ത്രീകൾക്ക് നൽകാൻ പോകുന്നത്, പ്രത്യേകിച്ച് യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുകയാണ്. അത്തരത്തിൽ ബി.ജെ.പി. പ്രചാരണ മുഖത്ത് മുന്നേറുകയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഇവിടെ കാണുന്നത് ഒരു സെൽഫി പോയിന്റാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രണ്ട് ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സെൽഫി പോയിന്റാണ്. ഇവിടെ വരുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇവിടെ സംസാരിക്കാൻ, അതോടൊപ്പം തന്നെ സെൽഫി എടുക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു സെൽഫി പോയിന്റ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി. പ്രചാരണ മുഖത്ത് മുന്നേറുകയാണ്. ആർ.ജെ.ഡിക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിനെതിരെയും ശക്തമായ പോർമുഖം തുറന്നുകൊണ്ട് ബി.ജെ.പി. പ്രചാരണ മുഖത്ത് മുന്നേറുകയാണ്. ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഛഠ് പൂജയാണ്. ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പാർട്ടി ഓഫീസുകളൊക്കെ വന്നപ്പോൾ ഇവിടെയെങ്ങും ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ബീർചന്ദ് പട്ടേൽ മാർഗാണ്. ഇവിടെ ബി.ജെ.പിയുടെ പാർട്ടി ഓഫീസുണ്ട്, തൊട്ടടുത്ത് തന്നെ ആർ.ജെ.ഡിയുടെ പാർട്ടി ഓഫീസ്, അതിന് തൊട്ടടുത്താണ് ജെ.ഡി.യു ഉണ്ട് പാർട്ടി ഓഫീസ്. ഈ മൂന്ന് പാർട്ടി ഓഫീസുകളും ഈ ബീർചന്ദ് പട്ടേൽ മാർഗിലാണ്. ഇവിടെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ പാർട്ടി ഓഫീസുകളുടെ മുൻപിൽ എഴുതി വെച്ചെങ്കിൽ പോലും ഇന്ന് ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട് നേതാക്കളും പ്രവർത്തകരും ഒക്കെയും അവരുടെ വീടുകളിൽ ആഘോഷങ്ങളിലും പൂജകളിലുമാണ്. നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ യാതൊരു പ്രതീതിയും ബീഹാറിൽ കാണാനില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ആർ.ജെ.ഡി. ആസ്ഥാനത്താണ്. ഇവിടെ പഴയ ഒരു കെട്ടിടമാണ്. വർഷങ്ങൾ പഴക്കമുള്ള ആർ.ജെ.ഡിയുടെ പാർട്ടി ആസ്ഥാനമാണ്. ഇവിടെ തേജസ്വി യാദവിൻ്റെയും അതോടൊപ്പം തന്നെ ലല്ലു പ്രസാദ് യാദവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ചിഹ്നം റാന്തൽ ചിഹ്നമാണ് ഇതിൻ്റെ മുൻവശത്തായി ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ചിഹ്നമാണ്, റാന്തൽ ചിഹ്നം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാർട്ടി ഓഫീസിനോട് അടുത്ത് തന്നെ ഏകദേശം അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റോളുണ്ട്. അവിടെ ഇന്ത്യ മുന്നണിയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ എല്ലാ പാർട്ടികളുടെയും പാർട്ടി പതാകകൾ, ചിഹ്നങ്ങൾ, അതടക്കം ടീഷർട്ടുകൾ അടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോൾ ഇട്ടേക്കുകയാണ്. ഇവിടെ വരുന്ന പ്രവർത്തകർക്ക് എല്ലാ പാർട്ടികളും ഉണ്ട്. CPI ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ആർ.ജെ.ഡി. ഉണ്ട്, അതോടൊപ്പം തന്നെ CPIML ഉണ്ട്. അതുപോലെ ഇന്ത്യ മുന്നണിയുടെ മഹാസഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും വിവിധ സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചിഹ്നങ്ങൾ, അതോടൊപ്പം തന്നെ കൊടികൾ, തൊപ്പികൾ, ടീഷർട്ടുകൾ അടക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതെന്തായാലും എല്ലാ പാർട്ടികളും കോൺഗ്രസിൻ്റെ അടക്കമുള്ള എല്ലാ പാർട്ടികളുടെ കൊടികളും സാധനങ്ങളാണ്. അത് വിൽക്കാൻ വേണ്ടി രണ്ടുപേർ അവിടെ ഉണ്ട്. അവരുടെ പക്കൽ നിന്ന് ഈ സാധനങ്ങൾ ധാരാളം പേര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ഛഠ് പൂജയ്ക്ക് ആയതുകൊണ്ട് ഇന്ന് പാർട്ടി ഓഫീസിലേക്ക് ആൾക്കാരും വരുന്നില്ല. പ്രധാനമായിട്ടും ഇന്ന് പൂജകളൊക്കെ ആയിട്ട് എല്ലാവരും വീടുകൾ തന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോളാണ്. ഇത്തരത്തിൽ എല്ലാ പാർട്ടി ഓഫീസുകളിലും വ്യത്യസ്തമായിട്ട് ആർ.ജെ.ഡി. പാർട്ടി ഓഫീസിൽ ഇവിടെ ഒരു കസേര ഒരുക്കിയിട്ടുണ്ട്. അതായത് കസേര താൻ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ കസേര തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു പ്രതീതി ഒരുക്കാൻ വേണ്ടിയുള്ള പ്രചാരണ മുഖം തുറക്കുകയാണ് തേജസ്വി യാദവ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയ വൈഭവം അത് തേജസ്വി യാദവിന് പിന്തുടരാനാകുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ആർ.ജെ.ഡി. ക്യാമ്പുകളിൽ നിലനിൽക്കുന്നത്. ജെ.ഡി.യു. ആസ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ യാതൊരു തരത്തിലുള്ള ആരവങ്ങളൊന്നും തന്നെ ഇല്ല. ജെ.ഡി.യു. ആസ്ഥാനത്തിന് മുൻപിൽ വലിയ ഫ്ലെക്സ് ബോർഡുകളുണ്ട്. വികസനത്തിന് ബി.ജെ.പി. സർക്കാരിനൊപ്പം തന്നെ ജെ.ഡി.യു. ഒപ്പം ഉണ്ടാകുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന പദ്ധതികളടക്കം ഇവിടെ വലിയ ഫ്ലെക്സ് ബോർഡുകളായിട്ട് ഇവിടെ എഴുതി വെച്ചതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ബീഹാർ മുൻപന്തിയിലാണ്. സുരക്ഷിത് ഹേ ബീഹാർ, ക്യോങ്കി സാഥ് ഹേ നിതീഷ് കുമാർ. ബീഹാർ
സുരക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ നിതീഷ് കുമാർ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ചില പരസ്യ വാചകങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് NDA സർക്കാർ ഒപ്പമുണ്ടാവും അല്ലെങ്കിൽ കൂടെ ഉണ്ടാകണമെന്നുള്ള ചില പരസ്യ വാചകങ്ങളും JDU ആസ്ഥാനത്തിന് മുൻപിലുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ നമ്മളിപ്പോൾ പോയ 2 പാർട്ടി ആസ്ഥാനങ്ങളോടൊപ്പം തന്നെ ഈ പാർട്ടി ആസ്ഥാനവും നോക്കുമ്പോൾ ഇവിടെയും ആളും ആരവങ്ങളും ഒന്നുമില്ല. സാധാരണ നമ്മുടെ നാട്ടിലുള്ള തെരഞ്ഞെടുപ്പുകൾ പോലെയുള്ള വലിയ ആരവങ്ങളോ ജനക്കൂട്ടങ്ങളോ ഫ്ലെക്സ് ബോർഡുകളോ ഒന്നും തന്നെയില്ല, കൊടിതോരണങ്ങളോ ഒന്നും തന്നെയില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനു മുൻപും പാർട്ടി ആസ്ഥാനം ആളൊഴിഞ്ഞു കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെയും ഇവിടെ നമ്മളിപ്പോൾ ഈ RJD ഓഫീസിന് മുമ്പിൽ കണ്ടതുപോലെ ചെറിയൊരു സ്റ്റോളുണ്ട്. അതായത് NDA മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെ ചിഹ്നങ്ങൾ, കൊടികൾ, അതോടൊപ്പം തന്നെ ടീഷർട്ടുകളടക്കം വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോളാണ്. ഇവിടെ വന്ന് പ്രവർത്തകർ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് ഈ തോരണങ്ങൾ, അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ, പാർട്ടിയുടെ ചിഹ്നങ്ങൾ, കീ ചെയിനുകൾ, ഇതിനൊക്കെയും വലിയ പ്രസക്തിയുണ്ട്. ബാൻഡുകൾക്ക് ഇതിനൊക്കെയും വലിയ പ്രസക്തിയുണ്ട്. വാഹനങ്ങളിൽ വെക്കാനുള്ള ചെറിയ കൊടികളടക്കമുള്ളവയാണ് ഇവിടെ വിൽക്കുന്നത്. ഇത് ഇവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്തായാലും എല്ലാ പാർട്ടി ഓഫീസുകളിലും പോകുമ്പോഴും ഇത്തരമൊരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടി ഓഫീസുകളിൽ നേതാക്കളോ ആൾക്കാരോ എത്തിയിട്ടില്ല. അവരൊക്കെയും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ബീഹാറിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ടി ഓഫീസുകളിലൊക്കെയും ആൾക്കുറവായിരിക്കും, അല്ലെങ്കിൽ ആളിൻ്റെ തിരക്ക് കാണത്തില്ല. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന രീതിയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ വലിയ ഫ്ലെക്സ് ബോർഡുകളാണ്, വലിയ വാചകങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് NDA സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീ സുരക്ഷ, അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് വേണ്ടിയുള്ള ചില പദ്ധതികൾ, പ്രായമായവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, അത്തരത്തിൽ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് NDA സർക്കാർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വികസന തുടർച്ചയ്ക്ക് NDA സർക്കാരിനെ വീണ്ടും തിരഞ്ഞെടുക്കണം എന്നുള്ള ആവശ്യമാണ് JDU ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നത്. ബീഹാറിലെ കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേണ്ടി 2 വാഹനങ്ങളൊക്കെയും തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും PCC അധ്യക്ഷൻ്റെ ഒക്കെയും ചിത്രങ്ങൾ പതിച്ച 2 വാഹനങ്ങളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 2 ദിവസം കൂടി കഴിയുമ്പോൾ ദേശീയ നേതാക്കളൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. 40 അംഗ ദേശീയ നേതാക്കളാണ്. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും പ്രചാരണ രംഗം കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ കൂടി ബീഹാറിലേക്ക് എത്തുന്നതോടെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും കോൺഗ്രസ് ആസ്ഥാനത്ത് ഇവിടെ വലിയൊരു ബോർഡുണ്ട്. വോട്ട് ചോരി, സ്റ്റോപ്പ് വോട്ട് ചോരി എന്നെഴുതിയ വലിയൊരു ബോർഡുണ്ട്. ഇവിടെ ഒരു ഒപ്പ് ശേഖരണമാണ്. വോട്ട് കൊള്ളയ്ക്കെതിരായിട്ടുള്ള യുവാക്കളുടെ രോഷം അത് കൃത്യമായി ആളിക്കെത്തിക്കുക എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട വലിയൊരു ബോർഡൊക്കെ കാണാം. ആ ബോർഡിൽ നൂറുകണക്കിന് യുവാക്കളുടെ ഒപ്പ് ശേഖരണം ഒപ്പും വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രചാരണം, വോട്ട് കൊള്ളയ്ക്കെതിരെയുള്ള ബീഹാറിലെ പ്രചാരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള ആരോപണവും SIRുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളും ജനങ്ങൾക്കിടയിൽ കൃത്യമായി കോളിളക്കമുണ്ടാക്കിയെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതെന്തായാലും ഈ 2 ഘട്ട വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്.